വാസ്തവത്തിൽ ഒരു പ്രഭാഷണത്തിൻ്റെ വിഷയമാണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കേരളത്തിൽ നടപ്പാക്കാത്തത്? ആ നിയമം നടപ്പാക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ഈ സദസ്സിലിരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും, എന്നാൽ എല്ലാവരും എന്നെപ്പോലെ തന്നെ എന്ന് കരുതുന്ന ആളാണ് ഞാൻ. നമ്മളിവിടെ എന്തുകൊണ്ടാണത് നടപ്പാക്കാത്തതെന്നാണ് ചോദ്യം. എന്തുകൊണ്ടത് നടപ്പാക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. ഇന്നതാണതിൻ്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്ക് അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം ഞാനതേ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായം അർത്ഥത്തിൽ എല്ലാവർക്കും അതാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് ഉള്ളതായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ചെറിയ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദീർഘപ്രഭാഷണവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനമായ ഒരു കാര്യം, ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇല്ല. കേന്ദ്ര ഗവൺമെൻറ്റും അത്തരത്തിലുള്ള നിയമം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നിയമം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയോ വാദിക്കുകയോ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ 2013 ഡിസംബറിൽ നരേന്ദ്ര ദബോൾക്കറുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു നിയമത്തിനെ ഒന്നാമത്തെ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കർണാടകത്തിലുണ്ടായ മറ്റൊരു നിയമത്തിനെ രണ്ടാമത്തെ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉണ്ടാക്കണം എന്ന് വാദിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും ഈ ഉണ്ടാക്കപ്പെട്ട, ഞാൻ മുൻപ് പരാമർശിച്ച ഈ രണ്ട് നിയമങ്ങളും വേണ്ടത്ര പൂർണ്ണമല്ല എന്ന് കൂടി അഭിപ്രായപ്പെടുന്നു. അപ്പോൾ പൂർണ്ണമല്ലാത്ത രണ്ട് നിയമങ്ങളെ മാതൃകകളാക്കി വെച്ചുകൊണ്ട് ചുരുങ്ങിയത് അത്തരത്തിലുള്ള നിയമമെങ്കിലും കേരളത്തിലും ഉണ്ടാവണം എന്നാണ് നമ്മളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിലും ഇങ്ങനൊരു നിയമം വേണം എന്നാവശ്യപ്പെടുന്നു. ഇപ്പം എനിക്ക് മുൻപ് സംസാരിച്ചപ്പോൾ ഷാജി കിഴക്കേടത്ത് കേരളത്തിൽ 1954 മുതൽ നടന്ന ഒട്ടേറെ നരബലികളുടെ വാർത്താ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്, നമ്മൾ ഓർമ്മ പുതുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ നരബലി പോലുള്ള അത്യാചാരങ്ങൾ സമൂഹത്തിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്കിടയിൽ വളരെ ശക്തമായ അതിനെതിരായ വികാരങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ഇത് കണ്ടില്ലേ, കേരളത്തെ പോലെ സാക്ഷരതയിൽ മുൻപിൽ നിൽക്കുന്ന മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യയിലും ലോകത്തിലും ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള വളരെ ഏറെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്ന ചില സംഗതികൾ നടക്കുന്നത് നിയമം മൂലം നിരോധിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ശക്തമായിട്ട് വരും. വസ്തുതയിൽ ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു നിയമം നിർമ്മിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സന്ദർഭം ഇലന്തൂരിലെ 2 നരബലി നടന്ന പശ്ചാത്തലത്തിലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അന്ധവിശ്വാസങ്ങൾക്കെതിരായി കേരളീയ സമൂഹത്തിൽ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായ വികാരം പ്രകടിപ്പിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷേ നിയമം നിർമ്മിക്കും എന്ന വാഗ്ദാനം നൽകിയതല്ലാതെ കേരള ഗവൺമെൻറ് അതിന് ഒരു ഇഞ്ചും മുന്നോട്ട് പോകുന്നുണ്ടായില്ല. വാസ്തവത്തിൽ എപ്പോഴാണ് ഒരു നിയമം ഉണ്ടാവുക? ഒരു നിയമം, ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങൾ, ലോകം നമ്മുടെ, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ, നമ്മുടെയും കാഴ്ചപ്പാടിൽ തന്നെ ജനാധിപത്യപരമായി ലോകം ഒരു താഴ്ന്ന വിധാനത്തിൽ നിന്ന് ഉയർന്ന വിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം പുരോഗമിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ജനാധിപത്യത്തിന്, ജനങ്ങൾക്കുള്ള അധികാരം, തീരുമാനമെടുക്കാനുള്ള അവരുടെ അവകാശവും അധികാരവും എടുക്കുന്ന പ്രക്രിയയിൽ അവരുടെ പങ്കാളിത്തവും ഇതൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ വളരെ താഴ്ന്ന വിധാനത്തിൽ നിന്ന് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെയോ വിജ്ഞാനത്തിൻ്റെയോ കാര്യത്തിൽ മാത്രമല്ല, സാമൂഹ്യ ബോധത്തിൻ്റെയും ജനാധിപത്യ ബോധത്തിൻ്റെയും കാര്യത്തിലും സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട നിലപാടുകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഈ നിലപാടുകൾ പലതും പ്രായോഗികമാക്കാനും അതിനെ നിർബന്ധിതമാക്കാനും വേണ്ടിയിട്ട് നിയമങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും. ഈ നിയമങ്ങൾ ഉണ്ടാവുന്നത്
ഏതെങ്കിലും ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊരു കാര്യത്തിനും ഒരു നിയമം ഉണ്ടാവാൻ സവിശേഷമായ സാമൂഹ്യ സാഹചര്യങ്ങൾ പക്വമാകേണ്ടതുണ്ട്. ആ നിയമങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന് സാമൂഹ്യ സമ്മർദ്ദമുണ്ടാവുകയും ഭരണാധികാരികൾ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതിപ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് നിയമങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് പറയുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ വോട്ടവകാശത്തെ സംബന്ധിച്ച് നമ്മൾ പറയാമെന്ന് വിചാരിക്കുക. സ്ത്രീകളുടെ വോട്ടവകാശം ഇപ്പോൾ പോലും ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യത്തുള്ളതുപോലെ ഒരു യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറയുന്ന സാർവത്രിക വോട്ടവകാശം നിലനിൽക്കുന്നില്ല. ലോകത്തിൽ ജനാധിപത്യം ഉണ്ടായ, ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം കുറിച്ച ഗ്രീസിൽ പോലും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സാർവത്രിക വോട്ടവകാശം അനുവദിച്ചതിന് ശേഷമാണ് 1952 ഗ്രീസിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. 1917 അതായത് ഒന്നാം ലോക യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് 1917 മുതലുള്ള വർഷങ്ങളിലാണ് നമ്മളെന്നറിയുന്ന ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലുകൾ എന്നൊക്കെ വിളിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. സ്ത്രീകളുടെ ഈ വോട്ടവകാശം ലഭിക്കുന്നതിന് പിന്നിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ ജനാധിപത്യ ശക്തികളുടെ പിന്തുണയോടുകൂടി ഈ ഒരു സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത്. അപ്പോൾ അതിന് തെളിയിക്കപ്പെട്ട ഒരു കാര്യം, ഒന്നാം ലോക യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകളുടെ അധ്വാനം ഈ യുദ്ധപ്രവർത്തനങ്ങളെ എങ്ങനെ സഹായിച്ചു, അവരുടെ സംഭാവനകൾ എന്തായിരുന്നു എന്നതുകൂടി അതിലൊരു ഘടകമായിരുന്നു. അതായത് സ്ത്രീകൾ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ സ്ത്രീകൾ ജോലി ചെയ്യുക, അവരുടെ അധ്വാനം യുദ്ധത്തിൽ വിജയിച്ച ശക്തികൾക്ക് അവരുടെ വിജയത്തിന് പുറകിലും, ഇനിയിപ്പോൾ പരാജയപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ യുദ്ധപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സ്ത്രീകളുടെ അധ്വാനത്തിന് വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് യുദ്ധം പോലുള്ള ഹിംസാത്മകമായ ഒരു പ്രവൃത്തിയിൽ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കാൻ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടപ്പോഴാണ് സ്ത്രീകൾക്ക് പോളിംഗ് ബൂത്തിലുള്ളവരുടെ സാന്നിധ്യത്തിന് വിലക്കുന്ന കീഴ്വഴക്കങ്ങളുടെയോ നിയമങ്ങളുടെയോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുടെയോ ഒക്കെ പരിമിതികൾ ബോധ്യപ്പെടുകയും സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കണം എന്ന ചിന്ത ശക്തിപ്പെടുകയും ചെയ്തത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളുടെ കാര്യം പറയുന്നത് പോലെ മതവും വിശ്വാസവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിലോമ നിയമങ്ങൾ, വ്യവസ്ഥകൾ നിലനിന്നിരുന്നൊരു രാജ്യമാണ്, ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ഇപ്പോൾ സതി എന്ന് പറയുന്ന ഒന്ന്, മരിച്ച ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ കൂടി ആത്മാഹുതി ചെയ്യണമെന്ന് അവരതിന് വിസമ്മതിക്കുകയാണെങ്കിൽ ബലം പ്രയോഗിച്ച് അവരെ ആ ചിതയിൽ ദഹിപ്പിക്കണമെന്ന് ശാഠ്യം പിടിച്ചിരുന്ന ഒരു മതവിശ്വാസ ഘടന ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇതിനെതിരായൊരു നിയമം കൊണ്ടുവരുന്നത് ഇന്ത്യക്കാരായിരുന്നില്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു. അവരങ്ങനൊരു നിയമം കൊണ്ടുവരാനുള്ള കാരണം അവർക്ക് പരിചയമുള്ള യൂറോപ്പിലെ ജനകീയ സംവിധാനങ്ങളുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചിന്തിക്കുമ്പോൾ ഇത് ഇൻഹ്യൂമനായ, മനുഷ്യത്വ വിരുദ്ധമായ, ഹിംസാത്മകമായൊരു പ്രവൃത്തിയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് അവർ സതി നിരോധിച്ചുകൊണ്ട് നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഈ നിയമത്തിനെ എതിർക്കാനായി, അത് ഹിന്ദുധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് എതിർക്കാനായി ഇന്ത്യയിലെ മതമേധാവികളും പുരോഹിത പ്രമാണികളും പ്രത്യേകിച്ച് ബ്രാഹ്മണരും മുൻപോട്ട് വന്നതിൻ്റെ ചരിത്രവും നമുക്കറിയാം. ഇതും കഴിഞ്ഞു, അത്രയ്ക്കും പഴയ ഒരു സംഭവത്തിലേക്ക് പോകണമെന്നില്ല. കുറേ കൂടി നമ്മൾ മുന്നോട്ട് വന്നാൽ ഇപ്പോൾ കുട്ടികളുടെ വിവാഹത്തിൻ്റെ പ്രായമെടുക്കുക. 1890 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അങ്ങനൊരു നിയമം കൊണ്ടുവരുന്നത്, ഏജ് ഓഫ് കൺസെൻറ്റ്. ലൈംഗിക ബന്ധത്തിൽ പങ്കെടുക്കാനായി ഒരു പെൺകുട്ടിക്ക് സ്വന്തം സമ്മതം അറിയിക്കാനുള്ള ഒരു പ്രായം 10 വയസ്സായിട്ടാണ് അന്ന് നിശ്ചയിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ വിചാരിച്ചു ഇത് വളരെ മോശമാണ്, 12 വയസ്സായി അതിനെ ഉയർത്തുക. അങ്ങനെ ഏജ് ഓഫ് കൺസെൻറ്റ് 12 വയസ്സായി ഉയർത്തിക്കൊണ്ട് 1890 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തിനെതിരായി ഹിന്ദു മത മേധാവികൾ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. അവരുടെ ആക്രമണം കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി നമ്മൾ പലരും അംഗീകരിക്കുകയും ചെയ്തു പോന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബാലഗംഗാധര തിലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതാ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ ഇന്ത്യയിലെ
ഹിന്ദു വിശ്വാസത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ആക്ഷേപിക്കുകയും അതിനെതിരെ സമരരംഗത്ത് വരികയും ചെയ്തു. ഇത് 10 വയസ്സിൽ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധത്തിന് വിധേയരാകുന്ന പെൺകുട്ടിയുടെ കല്യാണപ്രായം 12 വയസ്സാക്കി ഉയർത്തിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. സമാനമായൊരു സ്ഥിതി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഈ ഏജ് ഓഫ് കൺസെൻറ്റിൻ്റെ കാര്യത്തിൽ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഏതൊരു സമൂഹത്തിലും ഒരു നിയമം ഉണ്ടാവുക എന്ന് പറയുന്നതിന് ചില സാമൂഹ്യ സാഹചര്യങ്ങൾ പക്വമാകുമ്പോഴാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കാൻ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ പക്വമായിട്ടില്ല എന്ന് വാദിക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചില ആളുകൾ വിചാരിച്ചേക്കാം. അങ്ങനെയല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഏത് നിയമനിർമ്മാണത്തിൻ്റെയും പുറകിൽ ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്നാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമം ഉണ്ടായത് മഹാരാഷ്ട്രയിലല്ല. ദാവോൾക്കർ 2013 ഓഗസ്റ്റ് മാസം 20 രക്തസാക്ഷിയായി. അദ്ദേഹത്തെ കൊന്നത് ഈ സംഘപരിവാറിൻ്റെ ഐഡിയോളജിക്കൽ അംബ്രലയ്ക്ക് കീഴിൽ വരുന്ന, സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്ര മേലാപ്പിന് കീഴിൽ വരുന്ന, അതിനെ അംഗീകരിക്കുന്ന സനാതൻ സംസ്ഥ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആളുകളാണ് എന്ന് ഇന്ന് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു. സനാതൻ സംസ്ഥ ഗോവയിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മതത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് വലിയ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സനാതൻ സംസ്ഥയുടെ വെബ്സൈറ്റിൽ നമ്മളൊന്ന് പോയി നോക്കിയാൽ നമുക്ക് കാണാം അവരുടെ മുദ്രാവാക്യം, അവരുടെ ലക്ഷ്യം സ്പിരിച്വാലിറ്റിയെ ശാസ്ത്രീയമായി പഠിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് അങ്ങനെയാണ്, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്പിരിച്വാലിറ്റി. ആത്മീയതയെ ശാസ്ത്രീയമായി പഠിക്കുക. അവരുപയോഗിക്കുന്ന ഒരു വാക്ക് ശാസ്ത്രീയത എന്ന വാക്കാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ മുദ്രാവാക്യം അതിൻ്റെ പ്രധാനികൾ സംസാരിച്ച് കഴിയുമ്പോൾ അവരത് അവസാനിപ്പിക്കുക ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജയ് ഹിന്ദല്ല, ജയ് ഹിന്ദുരാഷ്ട്ര. അപ്പോൾ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ സ്ഥാപനങ്ങളിൽ RSSൻ്റെ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ വന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് അവരുടെ ഗാലറിയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഈ സനാതൻ സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇന്നിപ്പോൾ രാവിലെ പ്രസംഗിച്ചപ്പോൾ കുരിപ്പുഴ ശ്രീകുമാർ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്ര ദാബോൾക്കറെ വധിക്കാനായി അവരുപയോഗപ്പെടുത്തിയത് കൂടോത്രത്തിനെയല്ല, മന്ത്രവാദത്തിനെയല്ല, ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിനെയല്ല. അതൊക്കെ പരമമായ കാര്യങ്ങളാണ് എന്നവർ പറയുമ്പോഴും ആക്രമണം നടത്തുന്നത്, വധം നടത്തുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ മുമ്പ് നമ്മുടെ അദ്ദേഹം സംസാരിച്ചപ്പോൾ നരബലികളുടെ കാര്യം എടുത്തു പറഞ്ഞു. കുറേ നരബലികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ നരബലികൾ ഓരോന്നും എന്ത് ലക്ഷ്യത്തോടു കൂടി നടത്തിയതാണ് എന്നുകൂടി ചിലതിൻ്റെ കാര്യമെങ്കിലും അദ്ദേഹം പറയണ്ടായി. അതൊക്കെ തികച്ചും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾക്ക് സമ്പന്നതയുണ്ടാകും. ഇപ്പോൾ എലന്തൂരിൽ നടത്തിയ 2 നരബലിയും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, സമ്പന്നത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, സന്തതിയെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഒരാനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തികച്ചും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി, തികച്ചും ഭൗതികമായ ഒരു ഹിംസാത്മക പ്രവർത്തനത്തിലൂടെ മനുഷ്യരെ കൊലപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത് ഈ നരബലികളിലൊക്കെ. നരബലി എന്നല്ല, വേറെ ഏത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലും ക്രിമിനൽ കൃത്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഞാനിപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ചർച്ച നടത്താൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഇന്നത്തെ സർക്കാരിനെ അനുകൂലിക്കുന്ന സാമാന്യേന കാര്യവിവരമുള്ള ഒരാൾ എന്ന് ഞാൻ കരുതുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സർക്കാരിനെ പിന്താങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അത് നടപ്പാക്കുന്നില്ല എന്നുള്ളത് സർക്കാരിനെതിരായൊരു വിമർശനമാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഞാനത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അല്പനേരം ആലോചിച്ചിട്ട് എന്നോട് തിരിച്ചു ചോദിച്ചു, ഇങ്ങനെയൊരു നിയമം നടപ്പാക്കാത്തതുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടത്തുന്ന നരബലി പോലുള്ള കൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നുണ്ടോ? അവർക്കെതിരായി നിലവിലുള്ള IPC
ഇപ്പോൾ അമിത്ഷാ അതിൻ്റെയൊക്കെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ പീനൽ കോഡിൻ്റെയോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെയോ ഒക്കെ തന്നെ പേരിൽ CRPC എന്ന് പറയുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയും അവരെ തടവിലാക്കുകയും അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇത് തന്നെ വേണമെന്ന് നിങ്ങൾ ശഠിക്കുന്നതിൽ എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി. ചോദ്യത്തിന് മറുപടിയുണ്ട്, ഞാനതിലേക്ക് വരാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉണ്ടാക്കുന്നത് മഹാരാഷ്ട്രയിലല്ല. 1999 ഈ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്ന ആദ്യത്തെ നിയമം ഉണ്ടാവുന്നത് ബീഹാറിലാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ സമാന സ്വഭാവമുള്ള ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബീഹാറിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ഒഡീഷയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, കർണാടകത്തിലുണ്ട്. അപ്പോൾ ഈ 8 സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും രാജസ്ഥാനിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കാര്യമെടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നത് ഇന്ത്യയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാറിനെ ബീമാരു എന്ന് പറയുന്ന ബീമാരു എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ രോഗിയായ 3 സംസ്ഥാനങ്ങളുടെ പേര് ചേർത്തിട്ടാണ്. ബീഹാറും മധ്യപ്രദേശും രാജസ്ഥാനും ചേർത്തിട്ട് അതിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് ബീമാരു എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാക്കുന്നത്. ഇതാണ് നമ്മൾ ഈ കൗബെൽറ്റ് എന്ന് വിളിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ, ഇതുമായി ബന്ധപ്പെട്ട ഹിംസകളുടെ, ജനാധിപത്യ വിരുദ്ധതയുടെ ഒക്കെ തന്നെ ഇന്ത്യയുടെ തലസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചില പ്രദേശങ്ങളാണ്. ഇവിടെയാണ് ആദ്യത്തെ നിയമം ഉണ്ടാവുന്നത്. ആ നിയമം ഉണ്ടായത് വിച്ച് ക്രാഫ്റ്റിനെതിരായിട്ടാണ്. അതായത് വിച്ച് ക്രാഫ്റ്റ് ദുർമന്ത്രവാദത്തിനെതിരായിട്ടാണ്. ദുർമന്ത്രവാദം പ്രത്യേകിച്ചും ഈ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ദുർമന്ത്രവാദികൾ എന്ന പേര് ചുമത്തി പ്രത്യേകിച്ചും സ്ത്രീകളെ, പുരുഷന്മാരെയും ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന, വളരെ രൂക്ഷം, വളരെ ഭീകരമായി അവരെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുന്ന, അവർ ജീവനോട് തീയിലിട്ട് കൊല്ലുന്ന നടപടികൾ അരങ്ങേറാറുണ്ട്. നരബലി കേരളത്തിൽ നമ്മൾ പറഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞു, അതിന് അന്താരാഷ്ട്ര പ്രാധാന്യം കിട്ടിയതാണ്. ന്യൂയോർക്ക് ടൈംസോ വാഷിങ്ടൺ പോസ്റ്റോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൊക്കെ കേരളത്തിൽ നടന്ന ഈ നരബലിയെ സംബന്ധിച്ച വാർത്തകൾ വലിയ പ്രാധാന്യത്തോടു കൂടി വരികയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് അവരുടെ ചില കണക്കുകളുണ്ട്. അവരുടെ കണക്കുകൾ അനുസരിച്ച് 2020 ഇന്ത്യയിൽ മൊത്തം 80-ലധികം നരബലികൾ നടന്നിട്ടുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 80-ലധികം നരബലികൾ നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ 2021 68 നരബലികൾ ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളായി നടന്നിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ജാർഖണ്ഡിലാണെന്നാണ് അവരുടെ കണക്ക്. ജാർഖണ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് നിലനിൽക്കുന്നത് മുഖ്യമായിട്ടും ദുർമന്ത്രവാദം ആരോപിച്ചുകൊണ്ട് മിക്കവാറും കൊല്ലപ്പെടുന്നവർ സ്ത്രീകളാണ്, വിധവകളാണ് മിക്കവാറും ആളുകൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. മിക്കവാറും ആളുകൾ ദരിദ്രരാണ്. ഇവരെ സംബന്ധിച്ച് സമൂഹത്തിൽ അയൽപ്പക്കങ്ങളിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദുരൂഹതകൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് ഈ ആളുകളൊക്കെ കൊല്ലപ്പെടുന്നത്. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യത്തെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നിയമം ബീഹാറിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുക ഏറ്റവും സാക്ഷരതയുള്ള സ്ഥലമെന്ന്, ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളുള്ള സ്ഥലമെന്ന്, പല കാര്യങ്ങളിലും ഇപ്പോൾ ശിശുമരണ നിരക്കിൽ, മാതൃമരണ നിരക്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗമിച്ച വികസിത രാജ്യങ്ങളെക്കാൾ ഉയർന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള സംസ്ഥാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാവാത്തത്? ഈ നിയമം ഉണ്ടാവുന്നതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പക്വമാവുക എന്ന് പറയുന്നത് പല ഘടകങ്ങൾ ഈ പക്വമാകലിനുണ്ട്. ഒന്ന്, ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ചില വിഷയങ്ങളോട് പൊതുസമൂഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യം ഞാൻ വിശദമാക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ 2018 സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ശബരിമലയെ സംബന്ധിച്ച് വിധി വരുന്നത്. ശബരിമലയിൽ 10 വയസ്സിനും 9 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ കൂടി, ആർത്തവ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കൂടി പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട് എന്നും നൽകാമെന്നും പറയുന്നൊരു വിധിയായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി ഏറെക്കുറെ നിയമത്തിന് സമാനമായൊരു കാര്യമാണ്.
അതിന് സുപ്രീം കോടതി തിരുത്താത്തിടത്തോളം കാലം, അതല്ലെങ്കിൽ പാർലമെൻറ്റിൽ തന്നെ മറികടക്കാൻ വേണ്ടി വേറെ നിയമനിർമ്മാണം നടപ്പാക്കാത്തിടത്തോളം കാലം സുപ്രീം കോടതിയുടെ ഒരു വിധി നിയമം പോലെ അനുസരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. സുപ്രീം കോടതി ഇങ്ങനൊരു വിധി വന്നപ്പോൾ ഈ വിധിയെ കേരളത്തിൽ അതിനുണ്ടായ പ്രതികരണം നമുക്ക് കാണാം. അതേസമയം തന്നെ സുപ്രീം കോടതി മറ്റൊരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി മഹാരാഷ്ട്രയിലെ ശനി സിഗ്നാപൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനവും പൂജ ചെയ്യാനുള്ള അവകാശവും അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു അത്. ശനി സിഗ്നാപൂരിലെ ഈ ക്ഷേത്രം അത് മേൽപ്പുരയില്ലാത്തൊരു ക്ഷേത്രമാണ്. ഒരു തറയിൽ ഒരു നീളമുള്ള ഉയരത്തിലുള്ള ഒരു ശില, ഒരു കല്ല് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇതാണ് ശനിദേവൻ്റെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയിൽ പുരുഷന്മാരാണ് അഭിഷേകം നടത്തുക, എണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ വിധി. സ്ത്രീകൾക്ക് പുറത്തുനിന്ന് കാണാമെന്നുള്ളതല്ലാതെ ഈ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഒരു വേലിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. പക്ഷെ അത് വേണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തികൾ അവിടെയുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇതിനകത്ത് ചാടിക്കയറി ഒരു അഭിഷേകം നടത്തിപ്പോയൊരു സംഭവമുണ്ട്. ഇതൊക്കെ CCTV ക്യാമറയിൽ വന്നു. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരിൽ 7 പേരെ പിരിച്ചുവിടുകയും ചെയ്തു. അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. അപ്പം ഇങ്ങനെ നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ലാത്ത ശനി സിഗ്നാപൂരിലെ ക്ഷേത്രത്തിൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ആരാധനാ അവകാശം നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് പ്രവേശിക്കാം എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു. ഇവിടെ ശബരിമലയുടെ വിധി വന്ന അതേ സന്ദർഭത്തിൽ തന്നെ ഏതാനും ആഴ്ചകൾക്കോ ദിവസങ്ങൾക്കോ അകം ശനി സിഗ്നാപൂരിലെ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഒരുമിച്ച് ചേർന്ന് ആ സുപ്രീം കോടതി വിധിയെ അനുസരിക്കാൻ തീരുമാനിച്ചു. ശനി സിഗ്നാപൂരിൽ ഇപ്പോൾ നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന ആ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കിന്ന് പ്രവേശിക്കാം, അവർക്ക് അവിടെ അഭിഷേകം നടത്തുകയും ചെയ്യാം. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമുക്കുള്ള ഒരു ധാരണ കേരളത്തിൻ്റെ സമൂഹത്തിനേക്കാൾ പിന്നാക്കം നിൽക്കുന്നൊരു സമൂഹമാണ് മഹാരാഷ്ട്രയിലുള്ളത്. ബോംബെ എന്ന് പറയുന്ന വൻ നഗരമൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇത്തരത്തിലുള്ളതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സങ്കല്പമാണ് കേരളീയർക്കുള്ളത്. പക്ഷേ പുരോഗമനവാദികളായ കേരളീയർ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ബിന്ദു അമ്മിണി പ്രവേശിക്കുന്നത് പോലും അവർക്ക് അനുവദിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ബിന്ദു അമ്മിണിയെ ആക്രമിക്കുകയും വേട്ടയാടുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തുടരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കേരളീയ സമൂഹം വിദ്യാഭ്യാസത്തിൽ, ശാസ്ത്രബോധത്തിൽ, ജനാധിപത്യ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നതിലൊക്കെ മുന്നോട്ട് പോയി എന്ന് അവകാശപ്പെടുന്ന ഈ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം സ്ത്രീ സമൂഹത്തിനെ ഇളക്കിവിടാനും ഇതിനെതിരായൊരു രാഷ്ട്രീയ പ്രതിരോധം, അത് വിശ്വാസപരമായ പ്രതിരോധമല്ല, അത് മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിരോധമല്ല, മറിച്ചത് ഒരു രാഷ്ട്രീയമായ പ്രതിലോമ രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രതിരോധം ഉയർത്തിവിടാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ആ വിധി നടപ്പാക്കപ്പെടാതെ പോയത്. പിന്നീട് ആ വിധിയെ പ്രകീർത്തിച്ചിരുന്ന ഭരണകക്ഷി തന്നെ അതിൻ്റെ പേരിൽ നാട്ടുകാരോട് മാപ്പ് ചോദിക്കുകയും അതുകൊണ്ടാണ് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായത് എന്ന നിഗമനത്തിലെത്തുകയും ചെയ്തു. ആ നിഗമനം തെറ്റായിരുന്നു എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു പ്രദേശത്ത് ഒരു നിയമം നടപ്പാക്കുന്നതിന് ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പക്വമാവണം. അതിലൊരു ഘടകം ആ സമൂഹത്തിൻ്റെ രാഷ്ട്രീയമായ യാഥാർത്ഥ്യം കൂടിയാണ്. ഇപ്പോൾ ചർച്ച് നിയമം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഇടയ്ക്ക് വന്ന ചില സംവാദങ്ങൾ, ചില നിർദ്ദേശങ്ങളൊക്കെയാണ്. ചർച്ച് ആക്ട് കൊണ്ടുവരിക, ചർച്ചിൻ്റെ കീഴിലുള്ള സ്വത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുക, അവർക്കിടയിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക. ഇത്തരം കാര്യങ്ങളിൽ ചർച്ച് ആക്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം വന്നപ്പോൾ തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയും ക്രൈസ്തവ സഭകൾ അതിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ വിശ്വാസമെന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ വിശ്വാസം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ ഘടകം കൂടിയാണ്. വോട്ടിനെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ ഘടകമായി കേരളത്തിൽ വിശ്വാസം, ആരാധനാ സ്ഥാപനങ്ങൾ, പൗരോഹിത്യം ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വളരെ വർഷങ്ങളായി ഹലാൽ ചിക്കൻ കഴിക്കുന്നതിന്, ഹലാൽ മാംസം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരുന്ന കേരളത്തിലെ ക്രൈസ്തവർ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഹലാൽ മാംസത്തിനെതിരായി സംഘടിതരാവുക,
ഈ ഒരു വ്യാജമായ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് അവർ കലാപം നടത്താൻ, സമരം നടത്താൻ സജ്ജരാവുക, അതിൻ്റെ പേരിൽ വോട്ടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക. ഞാൻ സൂചിപ്പിച്ചത് ആരാധനയും വിശ്വാസവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള രാഷ്ട്രീയമായ ധ്രുവീകരണങ്ങൾ സംഭവിച്ചു നിൽക്കുന്നതുകൊണ്ട് ആയിരിക്കാം സംസ്ഥാന സർക്കാർ അവരിങ്ങനത്തെ ഒരു വാഗ്ദാനം നൽകുക ചെയ്തിട്ട് കൂടി പോലും അവരിത് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരാൻ അറച്ചു നിൽക്കുന്നത്. തീർച്ചയായും അവർ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാത്തതിനുള്ള ഒരു ന്യായീകരണമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ പലരും പറയുന്നൊരു കാര്യം, ഇത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ലേ? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. തങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും മതങ്ങളുടെ ചിഹ്നങ്ങൾ സ്വീകരിക്കുക, അവരുടെ ആഘോഷങ്ങൾ സ്വാംശീകരിക്കുക, അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുക, പറയാൻ ഉറപ്പുള്ള സത്യങ്ങൾ പോലും പറയാൻ വിസമ്മതിക്കുക. കുറച്ചു കാലം മുൻപ് ഹിന്ദു പരിഷത്തല്ല, നമ്മുടെ ശശികല ടീച്ചറുടെ സംഘടന ഹിന്ദു ഐക്യവേദിയോ, ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. നിങ്ങൾ ചിലരും യൂട്യൂബിലൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. അവരിടതുപക്ഷക്കാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? ഞങ്ങളുടെ അമ്പലപ്പറമ്പുകളിൽ വി സാംബശിവനും KPACയുടെ നാടകങ്ങളും വി സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളും മറ്റ് കമ്മ്യൂണിസ്റ്റ് കലാകാരന്മാരുടെ കലാപരിപാടികളും ദശകങ്ങളായി അരങ്ങേറിയതിൽ നിന്നല്ലേ ഈ കേരളത്തിൽ നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിച്ചത്? ഇതൊക്കെ നടന്നത് അമ്പലപ്പറമ്പുകളിലല്ലേ? ഇനി ഞങ്ങൾ അത് അനുവദിക്കുകയില്ല എന്നവർ പറയുന്നത് അവരുടെ പ്രസംഗത്തിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റുമാക്കി എന്ന നാടകം കേരളത്തിലെ, മലയാളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അരങ്ങുകളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ നാടകം അമ്പലപ്പറമ്പുകളിലെ ഉത്സവ സന്ദർഭങ്ങളിൽ അരങ്ങേറിയത്. അതൊക്കെ ആസ്വദിച്ചിരുന്ന ആളുകൾ വിശ്വാസികളായിരുന്നു. വിശ്വാസത്തിന് ഒരു പക്ഷത്ത് നിലനിർത്തിക്കൊണ്ട് അത് സംപ്രേഷണം ചെയ്ത, അത് പ്രക്ഷേപിച്ച രാഷ്ട്രീയ ആശയങ്ങളെ, സമത്വബോധത്തിൻ്റെ ആശയങ്ങളെ കേരളീയ സമൂഹം സ്വീകരിച്ചതുകൊണ്ടാണ് 1957 കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭ കേരളത്തിലുണ്ടായത്. നമ്മളിന്ന് ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമനത്തിൻ്റെ അതല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള ദേവാലയങ്ങളുടെ കൂടി അങ്കണങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടികളിലൂടെയാണ്. ഇന്നത് അനുവദിക്കപ്പെടുന്നൊരു സ്ഥിതിയില്ല എന്ന് നമുക്കറിയാം. അമ്പലങ്ങൾ സവിശേഷമായ അധികാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അമ്പലങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് വോട്ട് ലഭിക്കില്ല എന്നൊരു സ്ഥിതി കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ, CPIM പോലുള്ള പാർട്ടികൾ, പാർട്ടി ബ്രാഞ്ചുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം അമ്പല കമ്മിറ്റികളിൽ നിങ്ങൾ നിർബന്ധമായും പങ്കാളികളായിരിക്കണം എന്നാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വിശ്വാസികളായ വോട്ടർമാരുടെ വോട്ട് വാങ്ങണമെങ്കിൽ അവരെ അകറ്റി നിർത്താവുന്ന വിധത്തിൽ അമ്പലങ്ങളിലോ ആരാധനാലയങ്ങളിലോ നിന്ന് നിങ്ങൾ അകന്നു നിന്നുകൂടാ എന്നാണ് CPM അതിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം. അതായത് മതം, വിശ്വാസം, ദേവാലയങ്ങൾ, ആരാധനാ സ്ഥലങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഇതിലൊക്കെ തന്നെ പങ്കാളിത്തം വഹിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ വോട്ട് ലഭിക്കൂ, അധികാരം ലഭിക്കൂ എന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിനെ തുറന്നു കാണിക്കുകയും അതിനെതിരായി ശാസ്ത്രീയതയുടെ, നമ്മുടെ ഭരണഘടന പറയുന്നത് പോലുള്ള ശാസ്ത്രീയ അവബോധത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ട ആളുകളാകട്ടെ അതിന് വിസമ്മതിക്കുകയും മറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നിസ്സഹായരായി അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ വരുന്ന നാം എടുത്തു പറയുന്ന 51A(H) ഉൾപ്പെടെയുള്ള നിർദ്ദേശക തത്വങ്ങളുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നിയമമല്ല, ഭരണഘടന നിർബന്ധപൂർവം നടപ്പാക്കേണ്ട വ്യവസ്ഥകളല്ല. പക്ഷേ ഭരണഘടന ആസ്പയർ ചെയ്യുന്ന, അഭിലഷിക്കുന്ന, ഭാവിയിൽ അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, സമൂഹത്തിലെ തുല്യതയില്ലായ്മ അവസാനിപ്പിക്കുക.
സമൂഹത്തിൽ തുല്യതയില്ലായ്മ നിലനിൽക്കുന്ന നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുമ്പോഴും സാമ്പത്തികമായി, സാമൂഹികമായി, അധികാരവുമായി ബന്ധപ്പെട്ട തലങ്ങളിൽ ഇതിലൊക്കെ തന്നെ നിരവധി അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തുല്യതയില്ലായ്മകൾ, ഇനീക്വാളിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുക എന്ന വിഷയം. അപ്പോൾ ഇതുമാതിരിയുള്ള നിരവധി കാര്യങ്ങൾ, ഒപ്പം തന്നെ ഗോവധം നിരോധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട്, ഗോവധം അവസാനിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക എന്ന വിഷയം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ നിർദ്ദേശക തത്വങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിലൊന്നാണ് ഈ ശാസ്ത്രബോധം വളർത്തുക, സയൻറ്റിഫിക് ടെമ്പർ അത് പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, യുക്തിബോധം വളർത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ സംഗതികൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതിൻ്റെ എല്ലാ കാര്യത്തിലും നമുക്കിന്ന് നടപ്പാക്കാനുള്ള നിയമനിർമ്മാണം സാധ്യമാണോ? ഈ നിയമനിർമ്മാണങ്ങളെ എല്ലാറ്റിനെയും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയുമോ? അപ്പോൾ അതിൽ ശാസ്ത്രീയ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ അശാസ്ത്രീയമായ പരികൽപ്പനകളുണ്ട്, ശാസ്ത്രീയമായ പരികൽപ്പനകളുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ അപ്രായോഗികമായ കാര്യങ്ങളുണ്ട്, പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളെ നമ്മൾ അങ്ങനെ വേണ്ടിയിരിക്കുന്നു നോക്കിക്കാണാൻ. അത് തീർച്ചയായിട്ടും ഈ ഒരു വിവേചന ബോധത്തോടെ നമ്മളതിൽ കാണും. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രസംഗം മുരളി തോന്നിക്കൽ നടത്തുമ്പോൾ അദ്ദേഹം ജാതീയമായ വിവേചനങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. ജാതീയത എന്ന് പറയുന്നത് ശ്രേണീബദ്ധമായ അസമത്വമാണ്. ലോകത്തിൽ നമ്മൾ സോഷ്യലിസത്തെ സംബന്ധിച്ച് പറയുന്നു, ജനാധിപത്യത്തെ സംബന്ധിച്ച് പറയുന്നു, അമേരിക്കൻ ഭരണഘടന എല്ലാ മനുഷ്യരും തുല്യരായി ജനിക്കുന്നു എന്ന പരാമർശം നടത്തിയതിനെ സംബന്ധിച്ച് പറയുന്നു. ഇന്ത്യക്കാർ എല്ലാവരും തുല്യരായിട്ടല്ല ജനിച്ചത്. ഇന്ത്യക്കാരൻ്റെ ജന്മത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം തന്നെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന്, ഭുജത്തിൽ നിന്ന്, ഊരുക്കളിൽ, തുടകളിൽ നിന്ന്, പാദങ്ങളിൽ നിന്ന് ആ പിറവിയെ സംബന്ധിച്ച, മനുഷ്യ സമൂഹത്തിൻ്റെ ആവിർഭാവത്തെ സംബന്ധിച്ച ആദിമ സങ്കല്പനത്തിൽ തന്നെ അത് വ്യത്യസ്ത തലങ്ങളിലാണ് നിൽക്കുന്നത്. സമത്വം എന്ന് പറയുന്ന സങ്കല്പം അതിന് ചിന്തിക്കുകയേ സാധ്യമല്ല. അത് അസമത്വങ്ങൾ, അത് വ്യവസ്ഥാവൽക്കരിക്കപ്പെട്ട അസമത്വങ്ങളുടെ ഒരു സംഗതിയാണ് ഇന്ത്യൻ പാരമ്പര്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ഹിംസയാണ് എന്ന്, ജാതീയ വിവേചനം കുറ്റകൃത്യമാണ്, ഹിംസയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ജാതിയെ നിരോധിച്ചുകൊണ്ട് നമുക്കൊരു നിയമനിർമ്മാണത്തിലൂടെ ജാതി നിരോധിക്കാനാവുമോ? ഒരു ജാതി ഒരു നിയമനിർമ്മാണത്തിലൂടെ നിരോധിക്കാവുന്ന ഒന്നല്ല ജാതീയമായ വിവേചനം എന്ന് പറയുന്നത്. ലോകത്തിൽ മതങ്ങളെ തന്നെ നിരോധിച്ച രാജ്യങ്ങളുണ്ട്. അൽബേനിയയെ പോലുള്ള രാജ്യം 1944 മുതൽ 1991 വരെയുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന രാജ്യമാണ് അൽബേനിയ മതത്തെ നിരോധിച്ച രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും അവിടെ ദേവാലയങ്ങളുണ്ട്, ആരാധനയുണ്ട്. അപ്പോൾ പോലും മതത്തെ നിരോധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ നാം സെക്കുലറിസം എന്ന് വിളിക്കുന്ന മനുഷ്യരുടെ വിശ്വാസങ്ങളുടെ വ്യതിരിക്തതയനുസരിച്ചല്ലാതെ മാനവികതയെ ഒരുമിച്ച് കാണുന്ന ഒരു സങ്കല്പം ഇപ്പോഴും ഈ വിശ്വാസികൾക്കിടയിലും അൽബേനിയയിൽ നിലനിൽക്കുന്നും ഉണ്ട്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇതാണ്. ഇത്തരത്തിലുള്ള ചില അസമത്വങ്ങൾ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് വളരെ സമയമെടുത്ത്, ഒരുപക്ഷെ നമ്മൾ ജീവിവർഗത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത് പോലെ തന്നെ സാമൂഹ്യ സങ്കല്പങ്ങളുടെ പരിണാമം പോലെ ദീർഘസമയമെടുത്ത് പതുക്കെ പരിഹരിക്കപ്പെട്ടു വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പരിചയമുള്ള പഴയ ജാതിയല്ല ഇന്നുള്ളത്. 1930കളിലെ ജാതിയല്ല 2030കളിൽ 2024 കേരളത്തിൽ, ഇന്ത്യയിൽ പുലരുന്നത് എന്ന് നമുക്കറിയാം. മതത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, മതസങ്കല്പങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. ഇതിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിണതികൾ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, കേരളത്തിലെ സർക്കാർ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിനെതിരായി അത് വാഗ്ദാനം ചെയ്ത നിയമനിർമ്മാണത്തിൽ നിന്ന് ഏത് കാര്യത്തിൻ്റെ പേരിൽ പുറകോട്ട് പോകുന്നതാണെങ്കിലും അതൊരു കുറ്റകൃത്യമാണ് എന്ന് തന്നെ നമ്മൾ കാണണം. ഭരണകൂടം നടത്തുന്ന ഒരു കുറ്റകൃത്യം, വാഗ്ദാന ലംഘനം മാത്രമല്ല. ഈ നമ്മൾ നേരത്തെ നരബലിയുടെ കാര്യം ഞാൻ നേരെ സൂചിപ്പിച്ചു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ കാര്യവും ഞാൻ പറയേണ്ടത്. അതായത് ഇത്തരം കുറ്റകൃത്യങ്ങളെ പുതിയൊരു നിയമനിർമ്മാണം നടത്താതെ നിലവിലുള്ള IPCയുടെയോ CRPCയുടെയോ വ്യവസ്ഥകളനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായും അത് ഒരളവ് വരെ അത് കൈകാര്യം ചെയ്യാം. പക്ഷേ നിയമങ്ങൾ, കുറ്റകൃത്യങ്ങൾ, അതിന് ചില പ്രത്യേക ഗണങ്ങളുണ്ട്, കാറ്റഗറികളുണ്ട്. ഈ കാറ്റഗറികളിൽ
ശരിയാണ് താൻ ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് വിശ്വാസിയായ ഒരാൾ കുറ്റകൃത്യം നിർവഹിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ചോര ഊറ്റിയെടുത്ത് തൻ്റെ സന്തതി ഉൽപ്പാദനത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ നിയമത്തിൻ്റെ മുൻപിൽ താൻ കുറ്റവാളിയായേക്കാമെങ്കിലും തൻ്റെ വിശ്വാസത്തിൻ്റെ മുൻപിൽ താൻ ശരി തന്നെയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം ആയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഹാത്രാസിൽ, ഗുജറാത്തിലെ ഹാത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് 120 സ്ത്രീകൾ മരണപ്പെട്ടിട്ട്, 120 ആളുകൾ മരണപ്പെട്ടിട്ട്. എന്തായിരുന്നു കാര്യം? ഒരാൾ ദൈവമെന്ന് സ്വയം അവതരിപ്പിക്കുന്ന ഒരാളുടെ വണ്ടി പോയ വഴിയിലെ പൊടി ശേഖരിക്കാൻ വേണ്ടിയിട്ട്, അയാൾ നടന്നുപോയ വഴിയിലെ പാദപാംസുക്കൾ മാത്രമല്ല, അയാളുടെ വണ്ടി കടന്നുപോയ സ്ഥലത്തെ ചക്രമുരുണ്ട ഭാഗത്തെ മണ്ണ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിക്കി തിരക്ക് കൂട്ടി മരിച്ചതാണ് 120 ആളുകൾ. അപ്പം അത് വന്നപ്പോൾ ഇപ്പോൾ ഹിന്ദു പത്രം അന്ന് എങ്ങനെ ഇന്ത്യയിൽ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കാൻ കൊണ്ടുവരാൻ സമയമായോ? ഹിന്ദു പത്രം അന്ന് അത് സംബന്ധിച്ച് ഒരു ചർച്ച, ഇങ്ങനൊരു ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഇങ്ങനെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസപരമായി ശരിയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കുറ്റകൃത്യത്തിൽ ആളുകൾ ഏർപ്പെടുമ്പോൾ ആ കുറ്റകൃത്യത്തെ തടയുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ തീർച്ചയായും IPCയുടെയോ CRPCയുടെയോ പുറത്തുള്ള ഒരു കാറ്റഗറിയിലാണ് ആ കുറ്റകൃത്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായ നിയമനിർമ്മാണം ആവശ്യമാണ്. നമ്മളിപ്പോൾ പാർലമെൻറ്റ് എൻവറോൺമെൻറ്റിൻ്റെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക നിർമ്മാണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നിർമ്മാണം നടത്തുന്നു. ഇതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ സ്വയം ആമഗ്നരായിക്കൊണ്ട് തങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന പൂർണ്ണബോധ്യത്തോടു കൂടി തെറ്റ് ചെയ്യുന്ന ആളുകളുടെ കുറ്റകൃത്യങ്ങളെ പരിഗണിക്കുന്നത്, പട്ടികപ്പെടുത്തുന്നത്, അതിന് പ്രേരിപ്പിക്കുന്നവരുടെ ചെയ്തികളെ പട്ടികപ്പെടുത്തുന്നത് സവിശേഷമായ ഒരു ശീർഷകത്തിന് കീഴിൽ ആയിരിക്കേണ്ടതുള്ളതുകൊണ്ട് അതിന് പ്രത്യേകമായ നിയമനിർമ്മാണം തന്നെ വേണം. IPCയും CRPCയും മാത്രം പോരാ. അത് ചെയ്യുന്നതിന് കേരളീയ സമൂഹം പക്വമാണ്. അപ്പോൾ ശബരിമലയുടെ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് വന്നാൽ അതെങ്ങനെയാണ് കേരളീയ സമൂഹത്തിന് സഹിക്കാനാവുക, അതിനെ നിലനിർത്താനാവുക എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. ആ ചോദ്യം, ഈ ചോദ്യത്തിന് ഉയർത്തുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ട കൗശലം, അതിനുവേണ്ട ബൗദ്ധികമായ, അതിനെ മറികടക്കാൻ വേണ്ട രീതികൾ അത് ആവിഷ്കരിക്കാൻ കൂടി നാം തിരഞ്ഞെടുക്കുന്ന ബുദ്ധിയുള്ളൊരു ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. അതിൻ്റെ അർത്ഥം മനുഷ്യരുടെ എല്ലാ വിശ്വാസങ്ങളെയും നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒരു നിയമമുണ്ടാക്കാനോ മതവിശ്വാസങ്ങളെ അൽബേനിയയിൽ ചെയ്തതുപോലെ നിരോധിക്കാനോ നമ്മുടെ സർക്കാർ തയ്യാറാകണമെന്നുള്ളതല്ല. ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന നിയമങ്ങളെ മാത്രമാണ് അതിന് അംഗീകരിക്കാൻ കഴിയുക. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന കേരളീയ സമൂഹത്തിന് ഇത്തരത്തിലുള്ള നിയമം സ്വീകരിക്കാൻ അത് പക്വമാണ്. പക്ഷേ അത് ചെയ്യേണ്ടത് അതിന് വേണ്ട രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആയിരിക്കണം. എതിർപ്പുണ്ടാകാൻ സാധ്യതയുള്ള എതിർപ്പുകളെ പരമാവധി ലഘൂകരിക്കാൻ വേണ്ട മാർഗങ്ങൾ അതിനെ അവലംബിക്കാൻ അതിന് കഴിയണം. നിയമനിർമ്മാണം നടത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ ഭരണകൂടങ്ങളും ചെയ്യാറുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത കേരള സർക്കാർ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പരിഗണന ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ പലതുമായിരിക്കാം. വോട്ട് ബാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ അംഗീകരിക്കേണ്ട ബാധ്യത കേരളീയ സമൂഹത്തിനില്ല. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം മഹാരാഷ്ട്രയിലേതിനേക്കാൾ, കർണാടകത്തിനേക്കാൾ ഉറച്ച, അതിനേക്കാൾ ശരിയായ ദിശാബോധമുള്ള നിയമം ഉണ്ടാക്കാൻ കേരളത്തിന് കഴിയും. അതിന് കേരള സർക്കാർ തയ്യാറാവണമെന്നും അത് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പുരോഗമന സമൂഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുമാണ്. അതുമാത്രമാണ് സർക്കാരിനെ അതിന് പ്രേരിപ്പിക്കുക എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇത്തരത്തിലുള്ള ഒരു സെമിനാറിൽ ഇങ്ങനെയൊരു കാര്യത്തിൽ സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന സംഘാടകരോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവാദ്യം.